ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോയ വിശേഷമാണ് പറയുന്നത്. ഇതൊക്കെയാണ് കല്യാണത്തിന് കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുള്ള സ്റ്റാർട്ടേഴ്സ്. ഇതെൻ്റെ അനിയത്തി, ഞാനും അവളും കൂടെയാണ് പോയത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ആക്ച്വലി. അവളൊരു പൈനാപ്പിൾ ജ്യൂസും ഞാനൊരു ഗ്രേപ്പ് ജ്യൂസുമാണ് എടുത്തത്. ഗ്രേപ്പ് ആയിരുന്നു ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു കുടിച്ചു. പിന്നെ ഞാൻ എത്തിയപ്പോഴേക്കും കുറച്ചൊന്ന് വൈകിപ്പോയി, കല്യാണം കഴിഞ്ഞായിരുന്നു ആക്ച്വലി. പിന്നെ നേരെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു, സദ്യ. ഞങ്ങൾ രാവിലെ അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടാണ് വന്നത്. ഇത് രാവിലെ 9 മണിക്കാണ് മുഹൂർത്തം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സദ്യയൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ നമുക്ക് വയറ് സ്പേസ് അധികം ഇല്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ചൊരു സദ്യ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കൂട്ടം കറികളൊക്കെ കൂട്ടിയിട്ടുള്ളൊരു സദ്യയായിരുന്നു. കേസരിയും മുറുക്കും ഉണ്ണിയപ്പവും ഒക്കെ ചേർത്തിട്ടൊരു നല്ലൊരു സദ്യയായിരുന്നു. പക്ഷെ അത് വിചാരിച്ച അത്രയും ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് അച്ചാറും കുറേ പച്ചടിയും കിച്ചടിയും അവിയലും തോരനും പിന്നെ കൂട്ടുകറി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സോയാബീൻ്റെ ഒരു കറിയായിരുന്നു. പിന്നെ എന്തൊക്കെയോ കുറേ കറികളുണ്ടായിരുന്നു സദ്യയുടേത്. പിന്നെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ, ഒന്നും തന്നെ അങ്ങോട്ട് മൊത്തത്തിൽ കഴിച്ചിട്ടില്ല. കറി അത്രയും നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് ഇരുന്നത്. ആദ്യം തന്നെ പൂരിയും മസാലയാണ് വന്നത്. അപ്പം അതിൽ പൂരി മസാലയും നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ എന്നാലും അധികം കഴിക്കാൻ പറ്റില്ല. അപ്പം തന്നെ സൈഡിൽ ചോറും പരിപ്പും നെയ്യും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു. പിന്നെ ഫ്രണ്ടിൻ്റെ മോനുണ്ടായിരുന്നു, അവൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചു, അവനെ ഒന്ന് കളിപ്പിച്ച് വന്നിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. പക്ഷെ വിചാരിച്ച അത്ര ഇതായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗവത്തി, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ്. അടപ്പായസം 3 കൂട്ടം പായസമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം അടപ്പായസം വന്നു. പക്ഷെ അപ്പോഴേക്കും എൻ്റെ ചോറ് തീർന്നില്ല. ഞാൻ സൈഡിൽ നിന്ന് ചോറ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ കടലപ്പായസം, ഇതെനിക്ക് അത്ര വലിയ ഫേവററ്റ് ഒന്നുമല്ല, എന്നാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കി, കൊള്ളായിരുന്നു. പിന്നെ ബോളിയും അരിപ്പായസവും വന്നു, അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാം ഒരു കുറേശ്ശെ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ചെറുക്കനെ കാണാനായിട്ട് പോയി. അപ്പോഴേക്കും പെണ്ണ് സെക്കൻഡ് സാരി എടുക്കാനായിട്ട് പോയി കഴിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവനുമായിട്ട് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് വൈകിപ്പോയി എന്ന കാര്യവും പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നു. പിന്നെ കുറേ ഫോട്ടോഷൂട്ടായിരുന്നു ഫ്രണ്ട്സുമായിട്ടുള്ള. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ചും ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നത്. വരാൻ നേരത്ത് നല്ല നട്ടുച്ചയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിലുണ്ടായിരുന്ന അരുൺ ഐസ്ക്രീംസിൽ കയറിയിട്ട് ഐസ്ക്രീം കുടിച്ചു. ഇത് ശരിക്കും ഫേസ് 3 പോകുന്ന വഴിയിലുള്ള അരുൺ ഐസ്ക്രീമാണ്. അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പല ഫ്ലേവേഴ്സാണ് എടുത്തത്. ബ്ലൂബെറിയും വാനിലയും കൂടെ ചേർന്നൊരു ഫ്ലേവറാണ് അനിയത്തിയുടെ കയ്യിലിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ചോക്ലേറ്റും വാനിലയും കൂടെ ചേർന്ന്